amid all the heartbreaking scenes that we saw from Wayanad, there was a news and a few pictures that gave a ray of hope. It was the forest officials of Kerala rescuing a tribal family, after 8 hours of trekking. I am joined by the range officer who led that operation, Hashif K. Sir, അന്നത്തെ ദിവസം എന്താണ് ശരിക്കും സംഭവിച്ചത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തു നിന്ന് ഒരു 4 കിലോമീറ്റർ കാടിന്റെ ഉള്ളില് ഒരു കുടുംബം താമസിക്കുന്നത്, 33 അംഗ കുടുംബം താമസിക്കുന്നുണ്ട്. ഒരു 5-6 ഫാമിലികൾ വരും. ഇവരുടെ ആ ഭാഗത്ത് സന്ദർശിക്കാൻ പോയ സമയത്ത് അതിൽ ഒരു അമ്മയും കുട്ടിയും കണ്ടിരുന്നു. അമ്മയും ഒരു 4 വയസ്സായുള്ള ആൺകുട്ടിയും. അവരെ കണ്ട് ഞങ്ങൾ കാര്യം ചോദിച്ചാൽ അവർ പൊതുവെ ഒന്നും പറയില്ല. അപ്പൊ അവര് അതേ അമ്മയും കുട്ടിയെയും ഞങ്ങളൊരു 3 ദിവസത്തിന് ശേഷം കാട്ടിൽ വെച്ച് കാണാനിടയായി. യാദൃശ്യമായിട്ട് കാട്ടിൽ വെച്ച് അവർ വളരെ ടയർഡായിരുന്നു, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പം ഒന്നും പറയുന്നില്ല. ഉടനെ ഞങ്ങൾ അവരെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത എസ്റ്റേറ്റ് പാടിയിൽ താമസിപ്പിച്ചു. നമ്മുടെ വനിതാ സ്റ്റാഫിനെ അവിടെ നിർത്തി ബെഡ്ഷീറ്റ് കാര്യങ്ങൾ കൊടുത്തു. അവർ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞു. രാവിലെ 9 മണിക്കാണ് അവർ കണ്ടത്. 10 മണിയോടുകൂടി അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞത് അവരുടെ ഭർത്താവും 3 കുട്ടികളും, 3 ആൺകുട്ടികളും, 4 ആൺകുട്ടികളാണ്. 1 വയസ്സ്, 2 വയസ്സ്, 3 മാസം, 4 വയസ്സ്, 3 വയസ്സ് 4 വയസ്സ്, ഒരു അപ്രോക്സിമേറ്റ്ലി ഏജ് ആണ്. അപ്പോൾ ഈ 1, 2, 3 വയസ്സുള്ള കുട്ടികളാണ് ഭർത്താവായ കൃഷ്ണനൊപ്പം കാട്ടിൽ 7 കിലോമീറ്റർ അപ്പുറം കാട്ടിൽ ഒരു പാറപ്പത്തിനുള്ളിലാണ് താമസിക്കുന്നത് പറഞ്ഞു. അവർ ഒരു പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ ഈ കുടുംബം വർഷങ്ങളായിട്ട് കാട്ടിൽ പാറപ്പത്തിലാണ് താമസിക്കുന്നത്. അതിൽ ആ 1, 2, 3 വയസ്സുള്ള കുട്ടികൾ അവിടെ ജനിച്ചതാണെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഞങ്ങൾ ഉടനെ അവിടുന്ന് ഒരു കയറ് സംഘടിപ്പിച്ചിട്ട് മറ്റ് ഓഫീസേഴ്സിന്റെ അടുത്തൊന്നും ഞങ്ങൾ പെർമിഷൻ നിന്നില്ല. കാരണം ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ഈ കുട്ടി മരണപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ട്. കാരണം വർഷം കിട്ടാതാണ്. അത് ഉടനെ ഞങ്ങൾ ഈ 4 പേര്, ഞങ്ങൾ എന്റെ കൂടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരും കൂടി കയറ് സംഘടിപ്പിച്ച് ഒരു 20 മീറ്ററോളം നീളമുള്ള കയറ് കിട്ടി. ഈ കുത്തനെയുള്ള ഭയങ്കര ഇറക്കാണ്, അങ്ങോട്ടേക്ക് പാറയാണ്. അത് ഒരു 400 മീറ്ററോളം സ്ലോപ്പായിട്ടുള്ള, അത് സൂചിപ്പാറ വാട്ടർഫാൾസിന് താഴ്വശത്തുള്ള സ്ഥലമാണ്. അത് ഇങ്ങനെ സിക്സാഗായിട്ട് നടക്കുമ്പോൾ 7 കിലോമീറ്റർ ദൂരം നടക്കണം. വഴിയില്ല, കാടിലൂടെ പോകണം. പല ഭാഗത്തും നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലമില്ല. നിരങ്ങി ഇറങ്ങണം, റോപ്പിട്ടിറങ്ങണം. ഇറങ്ങി നമ്മൾ വീണ് കഴിഞ്ഞാൽ അഗാധ ഗർത്തത്തിലേക്ക് പോകും. നമ്മളെ പോലും കിട്ടില്ല, ബോഡി പോലും കിട്ടില്ല, അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ റിസ്ക് എടുത്ത് അവിടെ ഞങ്ങളൊരു 4 മണിക്കൂറോളം എടുത്തു. ഞങ്ങൾ അവിടുത്തെ ആ 4 മണിക്കൂറിന് ശേഷം അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. കാരണം അവിടെ പാറമടയിൽ വെള്ളം കയറിയിരുന്നു. അവർ തൊട്ടടുത്ത ഒരു ഷെഡിലായിരുന്നു താമസം. ഒരു മണ്ണ് തുറന്ന് ഒരു പ്ലാസ്റ്റിക് കൂന വെച്ച് അതിൽ ആ ഷെഡിനുള്ളിൽ ഒരു അടുപ്പിന്റെ സൈഡിൽ 2 കുട്ടികൾ, 1 വയസ്സും 2 വയസ്സുള്ള കുട്ടി, തീയുടെ ഒരു കണലിൽ കയ്യിൽ ഈന്തിന്റെ ഒരു കുരു ഉണ്ടായി. ഈന്ത് അതിന്റെ കുരു ഇങ്ങനെ കടിക്കാൻ പറ്റുന്നില്ല, ചുണ്ടെല്ലാം വരണ്ടു കിടക്കുന്നു. ഉടനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വെച്ച ഒരു പാക്കറ്റ് ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അത് അവർ കൊടുത്തു, അവർ കഴിച്ചു. അവരെ മൊത്തം ശരീരമെല്ലാം തണുത്ത് കിടക്കായിരുന്നു. 3 കുട്ടികൾക്ക് ഡ്രസ്സില്ല. ഒരു കുട്ടി അവിടെ നിലത്ത് കിടക്കായിരുന്നു. അതിനെ വിളിച്ചു. ഏതായാലും ഞാൻ ഈ 3 കുട്ടികളെയും ഞങ്ങളെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കെട്ടി, ബെഡ്ഷീറ്റ് ഞങ്ങളുടെ കയ്യിൽ ഒരു സൂക്ഷിച്ചിരുന്ന ബെഡ്ഷീറ്റ് 3 കീറി നെഞ്ചോട് ചേർത്ത് വെച്ച് കെട്ടി തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. തിരിച്ചു പോരാൻ കൃഷ്ണൻ അതിനൊരു വൈമനസ്യം കാണിച്ചില്ല. കൃഷ്ണന് മനസ്സിലായി അങ്ങോട്ടുള്ള വഴിയെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ജീവൻ ഭീഷണിയാവും. പിന്നെ അമ്മയ്ക്ക് അവിടെ എത്താനും പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ റെഡിയായി എന്നുള്ള ഒരു കത്തി എടുത്തോടും. എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു വരവ് 4.5 മണിക്കൂർ എടുത്ത് മുകളിലെത്താൻ. ഞങ്ങൾക്ക് എല്ലാ ശരീരത്തിൽ പരിക്കുണ്ട്. പക്ഷെ കുട്ടിക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്തത്. ഞങ്ങൾ ചെസ്റ്റ് കൊണ്ട് ചെയ്ത് മാറി എടുത്തു. ഞങ്ങളുടെ സ്റ്റാഫിന് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. നമ്മുടെ കൂടെ ജയചന്ദ്രൻ എന്ന ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനിൽകുമാർ എന്ന ഫോറസ്റ്റ് ഗാർഡ്, അതുപോലെ നമ്മുടെ ഒരു RRT അംഗമായിട്ടുള്ള അനൂപ് തോമസ് ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം 4 പേരും ശരിക്കും അത് ദൈവത്തെ കണ്ടു എന്ന് പറയാം. കാരണം ഞങ്ങൾ പരസ്പരം ആ ഒരു ധാരണ എവിടെയും തെറ്റിയില്ല. കാരണം ഞങ്ങളുടെ ചവിട്ട് ഒന്ന് വാളിയെങ്കിൽ, ഒരു പുല്ല് ഒന്ന് തെറ്റിയെങ്കിൽ താഴോട്ട് പോകും. പല ഭാഗത്തും അങ്ങനെ സംഭവിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടി, താഴോട്ട് പോയില്ല. ഏതായാലും കാടിന്റെ മക്കളായിട്ടുള്ള ഇവരെ ഫോറസ്റ്റുകാർക്ക് തന്നെ രക്ഷിക്കാൻ പറ്റി എന്നുള്ളതിൽ ഞങ്ങൾക്കെല്ലാം ഇതുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ്. ഞാനവിടെ വർക്ക് ചെയ്ത ആളാണ്. അവിടെ എന്റെ സുഹൃത്തുക്കളും അല്ലാത്തവരും ആയിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അതിലൊരാളുടെ മരണപ്പെട്ട് പോയിട്ട് വരികയാണ് ഞാനിപ്പോൾ. ആയതുകൊണ്ട് ആ ദുഃഖത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അതിനോടൊപ്പം തന്നെ ഈ 3 അംഗങ്ങൾ, 4 പേരെ രക്ഷപ്പെടുത്താൻ പറ്റിയത്, അതോടൊപ്പം അവരുടെ മൂത്ത മകനെയും അമ്മയും രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞു. 6 പേരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ളതിൽ നമുക്ക് വളരെയധികം ഈ ദുഃഖത്തോടൊപ്പം തന്നെ ചെറിയൊരു സന്തോഷമുണ്ട്. എന്നിരുന്നാലും മറ്റുള്ള ആളുകളൊന്നും അവിടെ പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സെർച്ചിങ് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോവുകയാണ്.